ആദ്യമേ തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി തന്നതിന് യേശുവിനും അമ്മയോടും ഒരുപാട് നന്ദി. 2023 നവംബറിലാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് എബിൻ എബ്രഹാം. ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ്. ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുത്തത്. നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് ജോലി ലഭിക്കുകയും പിന്നീട് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചില കാരണങ്ങളാൽ എൻ്റെ ജോബ് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. സാക്ഷ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നതിൽ യേശുവിനോടും അമ്മയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആ സമയത്തായിരുന്നു ഞാൻ എംകോം കോഴ്സിന് രജിസ്റ്റർ ചെയ്തിരുന്നു. എംകോം കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു തരത്തിലും ഞാൻ പാസ്സാകില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു. കാരണം അത്രമാത്രം ടഫാണ് അല്ലേ ഓരോ സബ്ജക്റ്റും. അപ്പോൾ തന്നെ ഞാൻ അമ്മയോടും യേശുവിനോടും പ്രാർത്ഥിച്ചിരുന്നു, സപ്ലൈ ഇല്ലാതെ എന്നെ എംകോം പാസ്സാക്കി തരുവാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന്. ഇന്നലെയാണ് എൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ സപ്ലൈ ഇല്ലാതെ എംകോം പാസ്സായി. അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി തന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും പ്രേക്ഷക പ്രവർത്തനവും ഞാൻ ചെയ്തിരുന്നു. കൃപാസനം പത്രം വിതരണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ മരിയൻ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച രാവിലെ 11 മരിയൻ ഉടമ്പടി ധ്യാനം അത് കൂടുതലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഫാദറിൻ്റെ ഡെയിലി ബ്ലെസ്സിങ്, മരിയൻ സഹായന പ്രാർത്ഥന, കൃപാസന സാക്ഷ്യങ്ങൾ ഇതൊക്കെ ഞാൻ പങ്കെടുക്കുകയും കൂടുതൽ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ കൂടുതലും അന്നദാനം ഞാൻ ചെയ്തിരുന്നു. ആത്മീയ ജീവിതം കൂടുതലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതലായിട്ട് ക്രിസ്തുവുമായിട്ട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. കാരണം കൂടുതലും പ്രാർത്ഥനകൾക്കും ഇതിനോട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. വചനം കേൾക്കാനും അത് ഷെയർ ചെയ്യാനുമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഫാദർ എപ്പോഴും ധ്യാനത്തിൽ പറയുമായിരുന്നു, മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുമായിരുന്നു, മരിയൻ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൈമാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചാനൽ ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുള്ള ഓരോ സുവിശേഷം ഞാൻ കൈമാറിയിരുന്നു. അതുപോലെ തന്നെ പത്രം ഞാൻ വിതരണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ പത്രം മാക്സിമം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയസിലൂടെയാണ് കൂടുതൽ എത്തിപ്പെടുന്നത്. എല്ലാം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും. മാത്രമല്ല നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കണം. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. സങ്കീർത്തനം 94:18 വചനമാണ് എബിൻ എബ്രഹാം എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിയുകയും അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. നമുക്കറിയാം ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കൃപയുമാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവകൃപയും കാരുണ്യവും കൊണ്ടാണ് നാം നിലനിന്നു പോകുന്നത്. മരിയൻ ഉടമ്പടി ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ആ ബന്ധത്തിൽ അനുഭവിക്കുന്ന ഓരോ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മുടെ ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എബിൻ്റെ സാക്ഷ്യത്തിലും അതുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അടുത്തറിഞ്ഞത് ഒരു ജോലിക്കായിട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഒരു നല്ല ജോലി ലഭിച്ചത്. പല കാരണങ്ങളാൽ എബിന് അത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അല്പം താമസിച്ചു. ഒരുപക്ഷെ സ്വന്തം അഭിമാനമോ എന്ത് കാരണമെന്ന് എബിന് തന്നെ അറിയില്ല, പറയുവാനായിട്ട് ശ്രമിച്ചില്ല. പിന്നീട് എബിൻ പറയുന്നത് ആ ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന്. അങ്ങനെ ആ ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ആ സമയത്ത് തന്നെയാണ് എംകോം പരീക്ഷ എഴുതുന്നത്. അപ്പോഴും എബിൻ എങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, എംകോം പഠിക്കാനായിട്ട് എനിക്ക് അതുകൊണ്ട് മെറിറ്റുമില്ല, കാരണം എൻ്റെ ശ്രമം കൊണ്ട് ഞാൻ ജയിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ അമ്മയുടെ കൃപ കൊണ്ട്, അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ കൃപ കൊണ്ട് എനിക്ക് എക്സാം പാസ്സാകാൻ സാധിക്കുമെന്ന് എബിൻ വിശ്വസിച്ചു. അങ്ങനെയാണ് എബിൻ പ്രാർത്ഥിച്ചത്.
MCOM റിസൾട്ട് കിട്ടുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാൻ വരുമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് സപ്ലൈ ഇല്ലാതെ MCOM ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എബിന് അത് പാസ്സാകാൻ സാധിക്കുകയും അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മയുടെ ഈശോയുടെയും കൃപ കൊണ്ടാണ് എന്നാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി എന്നത് ഉടമ്പടി മക്കളുടെ ജീവിതാനുഭവമാണ്. പലപ്പോഴും നമ്മൾ വീണുപോകുന്ന അവസ്ഥകളാവാം, നമ്മുടെ അഭിമാനത്തിൻ്റെയോ സ്റ്റാറ്റസൊക്കെ നോക്കി പല പ്രാവശ്യവും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങൾ പാഴാക്കിയിരിക്കാം. എങ്കിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം കാല് വഴുതുമ്പോഴും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നമ്മുടെ ദുർബലങ്ങളുമായി ബലഹീനതകളുമായി കൃപാസനം അമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ അമ്മ നമ്മെ ആ കൃപയുടെ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിലേക്കാണ് നമ്മെ കരം പിടിച്ച് നമ്മെ നയിക്കുന്നത്. ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എബിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ, പ്രത്യേകിച്ച് എബിന് ലഭിച്ച ഈ നല്ല റിസൾട്ട് MCOM പാസ്സാകാൻ ലഭിച്ച ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.